പണത്തെ ആളുകൾ നോക്കിക്കാണുന്നതും അത് ചെലവഴിക്കുന്നതും ഒക്കെ ഓരോരുത്തരും പലതരത്തിലാണ്. ഓരോ ആളുകളുടെയും ഒരു മണി പേഴ്സണാലിറ്റി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ആസ് എ ബിസിനസ് മാൻ നമ്മൾ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ മണി ബിഹേവിയർ മനസ്സിലാക്കിയാൽ മാത്രമാണ് അവരെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിക്കുക അഥവാ നമ്മളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഗതിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ റബി പാറക്കൽ, ഫൗണ്ടർ ഓഫ് ബ്രാൻഡ് മന്ത്ര. നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഒരു ബെറ്റർ ബിസിനസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ബിസിനസ് എങ്ങനെ ബെറ്ററായിട്ട് ബിൽഡ് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. 5 തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്? മണി പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടാണ്. പലതരത്തിൽ നമുക്ക് കസ്റ്റമൈസേഷൻ, ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ആ ഒരു മണി പേഴ്സണാലിറ്റി എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പണത്തെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഒന്നാമത്താണ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒന്ന് ഡിഫറെൻ്റ് ആയിക്കൊണ്ട് മണിയെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും അവർ കൂടുതൽ കാണുക. എന്ത് കാര്യം, ഒരു ചെറിയൊരു സ്പെൻഡിങ്ങും ചെറിയൊരു പർച്ചേസ് ആണെങ്കിൽ കൂടി അവിടെ ഒരു ലോങ് ടൈം പൊട്ടൻഷ്യൽ ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ നോക്കിയിട്ടാണ് അത് വാങ്ങണോ വേണ്ടേ എന്നുള്ളത് നോക്കുക. ഇത് എല്ലായ്പ്പോഴും കോൺഷ്യസ് ആയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. സബ് കോൺഷ്യസ്ലി അത് ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും. ഒരു പ്രീമിയം ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ വരെ അത് അവർക്ക് ഉണ്ട്. ഞാനിപ്പോൾ സാധാരണ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് ഞാൻ ഈ പ്രീമിയം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നതായിട്ടുള്ള ഒരു വെൽബീങ് കിട്ടുന്നുണ്ട്, എനിക്ക് ഫോക്കസ്ഡ് ആയിട്ടൊരു സമയം കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ സബ് കോൺഷ്യസ്ലി അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് മണി പേഴ്സണാലിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ് ഒരു ഇൻവെസ്റ്റർ ടൈപ്പ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവരെ കൊണ്ട് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യിപ്പിക്കാനും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തതാണ് സേവേഴ്സ് എന്നുള്ളത്. സേവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും പ്രഡിക്റ്റബിലിറ്റിനെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. വെറുതെ ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റാൻഡായിട്ട് കുറേ കാര്യങ്ങൾ ചൂസ് ചെയ്യും, കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ സേവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പ് വരണം, ഞാൻ ഇറക്കണ പൈസ കറക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്, അതിനുള്ള മുതലുണ്ടോ എന്നുള്ളത് കറക്റ്റ് ഇങ്ങനെ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, എന്ത് സാധനം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവരെന്താ കൂടുതൽ ഏതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക, സെയിൽസ് ക്യാമ്പയിനിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ സെയിൽസ് കിട്ടണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒരു സെർട്ടൈനിറ്റി എപ്പോഴും അവരുടെ പർച്ചേസിങ്ങിൽ കാണാൻ പറ്റും. ഞാൻ ഇറക്കുന്ന പൈസക്കുള്ള മുതൽ അതുണ്ടോ ഇല്ല എന്നുള്ളത് ഇങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്വിക്കായിട്ടുള്ള റിട്ടേൺ അതുകൊണ്ട് ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കും. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ല. ലോങ് ടേമിൽ ഒരു പൊട്ടൻഷ്യൽ ആ ഒരു പർച്ചേസ് കൊണ്ട് എൻ്റെ ലൈഫിലോ എൻ്റെ ബിസിനസ്സിലോ ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് പർച്ചേസ് ചെയ്യും. മൂന്നാമത്താണ് ബിഗ് സ്പെൻഡേഴ്സ് എന്നുള്ളത്. ബിഗ് സ്പെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ 2 കേസിൽ നിന്നും ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവർ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക. എന്ത് സാധനം വാങ്ങുമ്പോഴും എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഞാൻ ബിൽഡ് ചെയ്യാണ്, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഞാൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ആളുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആളുടെ ഐഡൻറ്റിറ്റിക്ക് ഇന്ന തരത്തിലുള്ള ബ്രാൻഡുകൾ വേണം, ഇന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുമ്പോൾ ഇപ്പോൾ റോളക്സ് അതേപോലെ ബെൻസ് കാറുകളൊക്കെ ആ ഒരു സെഗ്മെന്റിൽ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണെന്ന് വെക്കാം. ഇനി അങ്ങനെ വലിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കൂടി ചില ബ്രാൻഡുകളൊക്കെ ആ ഒരു പൊസിഷൻ ബേസ് ചെയ്തിട്ട് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ബേസ് ചെയ്തിട്ട് പ്ലേസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നേരത്തെ പറഞ്ഞ സേവേഴ്സിൻ്റെ കേസിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിലും ഒക്കെ പറഞ്ഞാൽ ഒന്നും കൂടെ സ്റ്റാറ്റസിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ആ ഒരു ബെനിഫിറ്റ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവാം. പിന്നെ നാലാമത്താണ് ഡെപ്റ്റേഴ്സ് എന്നുള്ളത്. ഡെപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ നിൽക്കുന്ന ഒരു ആൾക്കാരായിരിക്കും. അപ്പോൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ബഡ്ജറ്റ് ആൾട്ടർനേറ്റീവ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിലവിൽ ഏകദേശം അതേ സർവീസ് കിട്ടുന്ന അതേ ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ചുകൂടെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് സീക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി വന്ന പല സർവീസും പല പ്രൊഡക്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തരത്തിൽ കാണാൻ പറ്റും. കാരണം ടെക്നോളജി അപ്ഡേറ്റഡ് ആവുകയാണ്. കുറേ കാര്യങ്ങളിൽ ഒന്നും കൂടെ ഫോർവേഡായിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ ഔട്ട്കം കിട്ടുന്ന കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ മുന്നേ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ആൾട്ടർനേറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സുഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടോ വെച്ചാൽ ഉണ്ട്, എന്നാലും ഒരു പ്രീമിയം എക്സ്പീരിയൻസ് വേണോ വെച്ചാൽ വേണം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ആളുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാൻ എന്ത് പറ്റുന്നുണ്ട്, സുഡിയോക്ക് പറ്റുന്നുണ്ട്. ഒരു ആൾട്ടർനേറ്റീവാണ്. മുന്നേ കുറച്ചും കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂമിൽ പോയിട്ട് നല്ല പൈസ
പൈസ സ്പെൻഡ് ചെയ്യുന്നിടത്ത് ഏകദേശം അതേ എക്സ്പീരിയൻസിന് നമുക്ക് അധികം പൈസ ചിലവില്ലാതെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതിലേക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് സുഡിയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമർ സെഗ്മെന്റേഷൻ ആണ് എന്ത് ഡെപ്റ്റേഴ്സ് എന്നുള്ളത്. അഞ്ചാമത്താണ് ഷോപ്പേഴ്സ്. ഷോപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടെ ഒബ്സസ്ഡ് ആയിരിക്കും, ഷോപ്പിങ്ങിന് ഒബ്സസ്ഡ് ആയിരിക്കും. എന്ത് സാധനം എനിക്ക് വാങ്ങണം എന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ അതൊന്നുമല്ല, ആ വാങ്ങുന്ന എക്സ്പീരിയൻസിലായിരിക്കും ആൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക. എന്ത് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാലും അത് എനിക്ക് പെട്ടെന്ന് വാങ്ങണം എന്നുള്ളത്. കറക്റ്റായിട്ട് ഒരു പുതിയ ഇപ്പോൾ ഐഫോണിന്റെ കേസിലൊക്കെ ഒരു പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വാങ്ങണം എന്ന് ചിന്തിക്കുന്ന പലരുടെയും ഉള്ളിലുള്ള ഒരു സൈക്കോളജി പറഞ്ഞാൽ ഷോപ്പേഴ്സ് സൈക്കോളജി ആയിരിക്കും. അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ സംഗതിയുണ്ട്. ബിഗ് സ്പെൻഡേഴ്സ് എന്നുള്ള ലെവലിലൊക്കെ അത് വരാം, നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ലെവലിലേക്കൊക്കെ വരാം. പക്ഷെ അവിടെയൊക്കെ അവർ അതിൻ്റെ ഒരു ബാക്കി അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവരത് ഡിസിഷൻ എടുക്കുക. പക്ഷെ ഷോപ്പേഴ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ഒരു എക്സ്ക്ലൂസിവിറ്റിയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ആ എക്സ്ക്ലൂസിവിറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അർജൻസി ക്രിയേറ്റ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്, മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷോപ്പർ സൈക്കോളജിയുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ബിസിനസ്സിൽ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ പലതരത്തിലുള്ള അനാലിസിസ് നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യാൻ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മണി റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ മണി പേഴ്സണാലിറ്റി എന്നുള്ളത്. ആ മണി പേഴ്സണാലിറ്റി കറക്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാം. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കസ്റ്റമർ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഫർദർ വീഡിയോസൊക്കെ വേണ്ടി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.